ഇന്ന് ഒക്ടോബർ 15 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. ഒന്ന്, ജൽജീവൻ മിഷനെ കുറിച്ചുള്ള ഒരു ന്യൂസ്. ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വീണ്ടും സർവീസ് ആരംഭിച്ച കാര്യം. മാൽഡീവ്സ് എന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഹെൽത്ത് ആയി ബന്ധപ്പെട്ടൊരു നേട്ടം. കൂടാതെ നോബൽ പ്രൈസ് എക്കണോമിക്സ് ലഭിച്ച വ്യക്തികളെ കുറിച്ച്. ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. ഇന്ന് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ ഉണ്ടാക്കാൻ ശ്രമിക്കൂ. ക്യൂറിയോസിറ്റി എപ്പോഴും നമുക്ക് ഉയർച്ചയിലേക്ക് എത്തിക്കുകയുള്ളൂ. ഇന്ന് ഒക്ടോബർ 15 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ജൽ ജീവൻ മിഷൻ കവറിംഗ് 80% നേഷൻ വൈഡ്. ജൽ ജീവൻ മിഷൻ രാജ്യവ്യാപകമായി 80% സേവനങ്ങൾ ലഭ്യമാക്കുന്നു. ഇപ്പോൾ ജൽ ജീവൻ മിഷൻ കുറേ നാളായിട്ട് നമ്മളതിനെപ്പറ്റി കൂടുതലായിട്ട് കേൾക്കാറില്ല. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും ജൽ ജീവൻ മിഷനെ കുറിച്ചുള്ള വാർത്ത വന്നിട്ടുള്ളത്. ജൽ ജീവൻ മിഷൻ 2019 ഓഗസ്റ്റ് 15 ആരംഭിച്ചത്. 2024 കൂടി ഇന്ത്യയിൽ ഓരോ വീടുകളിലും ഏറ്റവും കുറഞ്ഞത് 55 ലിറ്റർ വെള്ളം നൽകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒന്നാണ് ജൽ ജീവൻ മിഷൻ. ജൽ ജീവൻ മിഷൻ ആരംഭിച്ചത് 2019 ഓഗസ്റ്റ് 15 നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ജൽ ജീവൻ മിഷന്റെ കണക്ക് പ്രകാരം 15,71,00,000 ഗ്രാമീണ കുടുംബങ്ങളിലെ ടാപ്പ് വാട്ടർ കണക്ഷൻ നൽകി എന്നുള്ള വാർത്തയാണ്. അതായത് 80% കവർ ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് കണക്ക് പ്രകാരം. ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഇന്ത്യയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് കളക്ടേഴ്സിന്റെ ഒരു സംവാദം, പേജൽ സംവാദ് എന്നറിയപ്പെടുന്ന ആ ഒരു സംവാദം ന്യൂഡൽഹിയിൽ 14 ഒക്ടോബർ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ 14 ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടേഴ്സിന്റെ പേജൽ സംവാദ് എന്ന് പറയുന്ന ആ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. ജൽ ജീവൻ മിഷൻ ആയി ബന്ധപ്പെട്ട പേജൽ സംവാദ് അതിന് ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഈ മിഷനെ ശക്തിപ്പെടുത്തുക, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, പിയർ ലേണിംഗ്, അതായത് മറ്റുള്ളവരിൽ നിന്ന് കൂടുതലായിട്ട് നോളജ് ഷെയർ ചെയ്യുക എന്നെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് പേജൽ സംവാദ് ന്യൂഡൽഹിയിൽ 14 ഒക്ടോബറിന്. അപ്പോൾ ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടേഴ്സിന്റെ പേജൽ സംവാദ്. ഇത് 14 ഒക്ടോബറിലായിരുന്നു. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ ടു റെസ്യൂം ഇന്റർനാഷണൽ പോസ്റ്റൽ സർവീസ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയിലേക്കുള്ള അന്താരാഷ്ട്ര തപാൽ സേവനങ്ങൾ ഇന്ത്യ പുനരാരംഭിക്കും. നിർത്തിവച്ചിട്ടുള്ള ഒരു സർവീസ് ആയിരുന്നു ഇന്റർനാഷണൽ പോസ്റ്റൽ സർവീസ് US-ലേക്കുള്ളത്. ഇന്നിപ്പോൾ 15 ഒക്ടോബർ ഇന്ന് ആരംഭിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ പോസ്റ്റ് വീണ്ടും ആരംഭിക്കുകയാണ്. ഇന്റർനാഷണൽ പോസ്റ്റൽ സർവീസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ഇന്ന് 15 ഒക്ടോബറിലാണ് ഇത് വീണ്ടും പുനരാരംഭിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ കണക്കനുസരിച്ച് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം ഇന്ത്യ ഇപ്പോൾ അയക്കുന്ന കൺസൈൻമെന്റിന്റെ ആ വാല്യൂവിന്റെ 50% താരിഫ് ആയിട്ട് നൽകണം എന്നുള്ള ഒരു പുതിയ നിയമം വന്നിട്ടുള്ളത്. അതായത് അയക്കുന്ന ഏത് പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റിന്റെ വാല്യൂവിന്റെ 50% താരിഫ് ആയിട്ട് നൽകണം എന്നുള്ള ഒരു പുതിയൊരു വ്യവസ്ഥയാണ് വന്നിട്ടുള്ളത്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഗൈഡ് ലൈൻസ് എന്ന ആ ഗൈഡ് ലൈൻസിന്റെ പുതിയൊരു ഗൈഡ് ലൈൻസ് പ്രകാരമാണ് 50% ഓഫ് ഡിക്ലെയർഡ് കൺസൈൻമെന്റ് വാല്യൂ അണ്ടർ ദ ന്യൂ താരിഫ് എന്ന ലെവലിലുള്ള വന്നിട്ടുള്ളത്. 50% പുതിയ താരിഫ് വന്നിട്ടുള്ളത് അയക്കുന്ന പ്രൊഡക്റ്റിന്റെ വാല്യൂ ബേസ് ആയിട്ട്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, മാൽഡീവ്സ് ഫസ്റ്റ് ടു എൻഡ് മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ ഓഫ് HIV, ഹെപ്പറ്റൈറ്റിസ് B, സിഫിലിസ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV, ഹെപ്പറ്റൈറ്റിസ് B, സിഫിലിസ് എന്നിവയുടെ സംക്രമണം അവസാനിപ്പിച്ച ആദ്യ രാജ്യമാണ് മാൽഡീവ്സ്. ഹെൽത്ത് ആയി ബന്ധപ്പെട്ട് മാൽഡീവ്സിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് വന്നിട്ടുള്ളത്. അതായത് ഹെപ്പറ്റൈറ്റിസ് B, HIV, സിഫിലിസ് എന്നീ രോഗങ്ങൾ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരില്ല എന്ന് 100% ലെവലിലേക്ക് എത്തിച്ച രാജ്യമാണ് മാൽഡീവ്സ്. മാൽഡീവ്സ് എന്ന രാജ്യമാണ് ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു അച്ചീവ് എലിമിനേഷൻ ഓഫ് മദർ ടു ചൈൽഡ്. അതായത് പൂർണ്ണമായിട്ടും അമ്മയിൽ നിന്നുള്ള ആ ഒരു അസുഖങ്ങൾ, HIV എന്ന അസുഖം, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B, മറ്റൊന്ന് സിഫിലിസ് എന്ന് പറയുന്ന അസുഖം. സിഫിലിസ് എന്ന് പറയുന്ന അസുഖം ഇത് സെക്ഷൽ ഡിസീസ് ആണ് സിഫിലിസ്. മാൽഡീവ്സ് എന്ന രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് ആണ് മുഹമ്മദ് മൊയൂസ്. 2023 നവംബർ 17 മാൽഡീവ്സിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് മുഹമ്മദ് മൊയൂസ് ഭരണം ഏറ്റെടുത്തത്.
തുടക്കത്തിൽ ഇന്ത്യയായിട്ട് അത്ര നല്ല റിലേഷൻ ആയിരുന്നില്ല മുഹമ്മദ് മൊയ്സിൻ്റെ. എന്നാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മുഹമ്മദ് മൊയ്സിൻ്റെ ഇന്ത്യ സന്ദർശനം അതുമായി ബന്ധപ്പെട്ടും കൂടാതെ തന്നെ ഇപ്പോൾ ഇന്ത്യ മാൽഡീവ്സ് വീണ്ടും പഴയ ലെവലിലേക്കുള്ള ആ ഒരു റിലേഷൻ ബിൽഡ് ചെയ്തു. മാൽഡീവ്സിന്റെ പ്രസിഡന്റ് ആണ് മുഹമ്മദ് മൊയ്സ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹെപ്പറ്റൈറ്റ് ബി, HIV, സിഫിലിസ് എന്നത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ടുള്ള, ട്രാൻസ്മിഷൻ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ടുള്ള രാജ്യം എന്ന ഫസ്റ്റ് ക്രെഡിറ്റ് നേടിയിട്ടുള്ള രാജ്യമാണ് മാൽഡീവ്സ്. ഈ ഒരു വേളയിൽ മാൽഡീവ്സിനെ അഭിനന്ദിച്ച വ്യക്തിയാണ് ഡോക്ടർ ടെഡ്രോസ് അദോനം ഗെബ്രിയേസിസ്. ഇദ്ദേഹമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ. ഡോക്ടർ ടെഡ്രോസ് അദോനം ഗെബ്രിയേസിസ് ഇദ്ദേഹം എത്യോപ്യൻ സ്വദേശിയാണ്. എത്യോപ്യയിലെ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ഒപ്പം തന്നെ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് കൈകാര്യം ചെയ്യുകയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള വ്യക്തിയാണ് ടെഡ്രോസ് അദാനം ഗെബ്രിയേസിസ്. ഇദ്ദേഹം എത്യോപ്യൻ സ്വദേശിയാണ്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ് നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ് 2025. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം. ഈ ഒരു നോബൽ പ്രൈസ് ഒക്ടോബർ 13 പ്രഖ്യാപിച്ചിരുന്നു. നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ് 2025. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 നോബൽ പ്രൈസ് ഇൻ എക്കണോമിക് സയൻസ് ലഭിച്ച വ്യക്തികൾ ആണ് ജോയൽ മോക്കിർ, ഫിലിപ്പ് ആഗിയോൺ, പീറ്റർ ഹോവിറ്റ്. എക്കണോമിക്സ് സ്കൂളിലായിട്ട് പഠിക്കുന്ന BA എക്കണോമിക്സ് ആണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ആണെങ്കിൽ എക്കണോമിക്സ് ഒരു സയൻസ് എന്ന ലെവലിലാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇവിടെയും എടുത്തു പറയുന്നുണ്ട് നോബൽ പ്രൈസ് ഇൻ എക്കണോമിക് സയൻസ് 2025 നേടിയിട്ടുള്ള വ്യക്തികളാണ് ജോയൽ മോക്കിർ, ഫിലിപ്പെ ആഗിയോൺ ആൻഡ് പീറ്റർ ഹോവിറ്റ്. അതോടൊപ്പം തന്നെ നോബൽ പ്രൈസ് ഇൻ എക്കണോമിക് സയൻസിന് നൽകിയിട്ടുള്ള മറ്റൊരു പേരാണ് സുറീജസ് റിക്സ് ബാങ്ക്. സ്വീഡൻ എന്ന രാജ്യത്തിന്റെ ഏറ്റവും പഴയൊരു ബാങ്കും സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ഒരു ബാങ്ക് ആണ് സുറൈജസ് റിക്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു ബാങ്ക്. 1668 1668 ഈ ഒരു ബാങ്ക് വന്നിട്ടുള്ളത്. നോബൽ പ്രൈസ് ഇൻ എക്കണോമിക് സയൻസ് എന്ന ലെവലിൽ നൽകുന്ന ഈ ഒരു അവാർഡിന്റെ മറ്റൊരു പേരാണ് സുറീജസ് റിക്സ് ബാങ്ക് എന്നറിയപ്പെടുന്നു. റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസ് ആണ് നോബൽ പ്രൈസ് ഇൻ എക്കണോമിക് സയൻസ് നൽകുന്നത്. 2025 നോബൽ പ്രൈസ് നേടിയ വ്യക്തികളാണ് ജോയൽ മോക്കിർ, ഫിലിപ്പ് ആഗിയോൺ ആൻഡ് പീറ്റർ ഹോവിറ്റ്. ഇവർ വർക്ക് ഓൺ ഇന്നൊവേഷൻ ഡ്രിവൺ എക്കണോമിക് ഗ്രോത്ത് എന്ന ലെവലിലേക്കുള്ള ആ ഒരു മേഖലയിൽ, അതായത് നവീകരണത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചയിൽ പ്രവർത്തിക്കുക, നവീകരണത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചയിൽ പ്രവർത്തിക്കുക എന്ന ആ ഒരു മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തികളാണ് ഈ 3 എക്കോണമിസ്റ്റുകൾ, ജോയൽ മോക്കിർ, ഫിലിപ്പ് ആഗിയോൺ ആൻഡ് പീറ്റർ ഹോവിറ്റ്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ് മംഗോളിയൻ പ്രസിഡന്റ് വിസിറ്റ് ഇന്ത്യൻ പാർലമെന്റ്. മംഗോളിയൻ പ്രസിഡന്റ് ഇന്ത്യൻ പാർലമെന്റ് സന്ദർശിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് മംഗോളിയൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഒക്ടോബർ 14 ഇന്ത്യൻ പാർലമെന്റ് സന്ദർശിച്ച മംഗോളിയൻ പ്രസിഡന്റിന്റെ പേര് പ്രസിഡന്റ് ഓഫ് മംഗോളിയ കുറിയൽസുക് ഉക്ന. ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിലാണ് 14 ഒക്ടോബറിന് മംഗോളിയൻ പ്രസിഡന്റ് കുറിയൽസുക് ഉക്ന ഇന്ത്യൻ പാർലമെന്റ് സന്ദർശിച്ചിട്ടുള്ളത്. ഈ ഒരു വേളയിൽ അദ്ദേഹത്തെ സ്വീകരിച്ച വ്യക്തിയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർല. ഇന്ത്യൻ പാർലമെന്റിന്റെ മഗർദ്വാറിൽ വെച്ചാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർല അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത് 14 ഒക്ടോബറിന്. അപ്പം മഗർദ്വാർ എന്ന് പറയുമ്പോൾ പഴയ പാർലമെന്റിന്റെ പ്രധാന കവാടത്തിന് പറയുന്ന പേരാണ് മഗർദ്വാർ. അതോടൊപ്പം തന്നെ പുതിയ പാർലമെന്റിൽ 6 കവാടങ്ങളുണ്ട്. അതിൽ ഒന്നാണ് മഗർദ്വാർ എന്ന് പറയുന്ന ഈ കവാടം. ഇവിടെ വെച്ചാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർല മംഗോളിയൻ പ്രസിഡന്റ് കുറിയൽസുക് ഉക്നെ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ പാർലമെന്റിലെ 6 കവാടങ്ങളാണ് ഗജർദ്വാർ, അശ്വദ്വാർ, ഗരുഡദ്വാർ, മഗർദ്വാർ, ഷാർദുല ദ്വാർ, ഹംസദ്വാർ. ഈ 6 കവാടങ്ങളിലെ ഒരു കവാടമാണ് മഗർദ്വാർ. ഇന്ത്യ മംഗോളിയയായിട്ടുള്ള ബന്ധം ആരംഭിച്ചിട്ടുള്ളത് 1955 ഡിസംബർ 24 അതായത് ഏതാണ്ട് 70 വർഷം ആയി ഇന്ത്യ മംഗോളിയ ആയിട്ടുള്ള ആ ഒരു ബന്ധം ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യ മംഗോളിയ തമ്മിലുള്ള നിരവധി മിലിറ്ററി എക്സസൈസ് നടക്കാറുണ്ട്. അത് പ്രധാനമായിട്ട് നടക്കുന്നത് മംഗോളിയയിലെ ഉലാൻ ബത്തർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉലാൻ ബത്താർ ആണ് മംഗോളിയയുടെ ക്യാപിറ്റൽ, തലസ്ഥാനം. സ്പോർട്സ് ബന്ധപ്പെട്ട ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യസ് ജോബി ക്ലെയിംസ് ബ്രോൺസ് ഇൻ പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ്. പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ്സിൽ ഇന്ത്യയുടെ ജോബി വെങ്കലം നേടി. ഏജ് ഇസ് ഓൺലി എ നമ്പർ എന്ന് പറയാറുണ്ട്. ഇവിടെ കേരള സ്വദേശിയായിട്ടുള്ള ജോബി പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ്സിൽ ബ്രോൺസ് കരസ്ഥമാക്കി. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.
പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കെയ്റോയിൽ. ഇന്ത്യയുടെ വെറ്ററൻ പാരാ പവർ ലിഫ്റ്റർ ഏതാണ്ട് 51 വയസ്സുള്ള ജോബി മാത്യു ബ്രോൺസ് കരസ്ഥമാക്കിയിട്ടുള്ളത്. 152 കിലോഗ്രാം ഉയർത്തിക്കൊണ്ടാണ് മാസ്റ്റർ ആയിട്ടുള്ള പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആ ഒരു മത്സരത്തിൽ ജോബി മാത്യു ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ബ്രോൺസ് ആണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. കെയ്റോ എന്ന സ്ഥലം ഈജിപ്തിന്റെ ക്യാപിറ്റൽ ആണ്. ഇവിടെ വെച്ചാണ് പവർ ലിഫ്റ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. ഈ ഒരു മത്സരത്തിലാണ് ബ്രോൺസ് കരസ്ഥമാക്കിയിട്ടുള്ളത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസം നമ്മൾ ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.